ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു സുൽത്താൻ ക്രിയേഷൻസ്. ക്രിമിനൽ ജസ്റ്റിസ് സീരീസിലെ ആദ്യ സീസണിലെ രണ്ടാമത്തെ എപ്പിസോഡാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ എപ്പിസോഡ് പകുതി വരെ കുറച്ച് ലാഗാണെന്ന് അത് കണ്ട കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് നിങ്ങൾ കാര്യമാക്കാതെ അവസാനം വരെ കാണുക, എന്നാൽ മാത്രമേ ഇതിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്കറിയാൻ പറ്റുള്ളൂ. എന്തായാലും പകുതിക്ക് ശേഷം അവർ ത്രില്ലിംഗ് ആയിട്ടാണ് നമ്മളെ കൊണ്ടുപോയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ മിസ് ചെയ്യാതെ ഫുള്ള് കാണുക. ഇനി ബാക്കി എന്താ സംഭവിക്കുന്നതെന്ന് നമുക്ക് രണ്ടാമത്തെ എപ്പിസോഡ് നോക്കാം. അപ്പോൾ നമ്മുടെ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നമുക്ക് കൂടുതലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമ്മുടെ ഹീറോയുടെ ഫാമിലിയാണ് കാണിക്കുന്നത്. അവിടെ അച്ഛനെയും ചേച്ചിയും ആരെയും വിളിച്ചിട്ട് ഹീറോ ഈവനിങ്ങത്തെ പാർട്ടിക്ക് ചെല്ലാത്തതും ഹീറോ മിസ്സിങ് ആയതും അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ആരോ വിളിച്ച് പറയുന്നുണ്ട്. ഇവരിത് കേട്ട് ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയം ഹോണിംഗ് ബെൽ അടിക്കുന്നുണ്ട് ആരോ. ഹീറോയുടെ അച്ഛൻ ചെന്ന് നോക്കുമ്പോൾ നമ്മുടെ വക്കീലാണ്. പുള്ളി വന്നിട്ട് ഞാൻ നിങ്ങളുടെ മോൻ്റെ വക്കീലാണ്, ഇതുപോലെ കാര്യങ്ങളൊക്കെ സംഭവിച്ചു, അവ ഇപ്പോൾ സ്റ്റേഷനിലാണെന്ന് പറയും. അവിടെ നിന്ന് സീൻ കട്ടിയത് ഹീറോനെയും ചീഫിനെയും കാണിക്കുന്നു. അവിടെ ചീഫ് ഹീറോയോട് ഡ്രസ്സ് അഴിച്ച് കൊടുക്കണം, ഇതെല്ലാം എവിഡൻസ് ആണെന്ന് പറഞ്ഞ് ഹീറോ കൊണ്ട് ഡ്രസ്സ് അഴിപ്പിക്കുന്നു. അത് കഴിഞ്ഞ് ഹീറോയുടെ ഫോട്ടോയും ബ്ലഡ് സാമ്പിളിംഗ് ഒക്കെ അവരെടുക്കുന്നുണ്ട്. അവിടെ നിന്ന് സീൻ കട്ടിയത് ഹീറോയുടെ ഫാമിലിയും നമ്മുടെ വക്കീലും സ്റ്റേഷനിലെത്തി. എന്നിട്ട് വക്കീൽ ഈ മൊട്ട പോലീസിനോട് പറയും, പാവപ്പെട്ട ഫാമിലിയെ സാറേ ഒന്നവനെ കാണിക്കുന്നു. അതിന് മൊട്ട പോലീസ് പറയും, എനിക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല സാറേ, ചീഫാ ഇതെല്ലാം നിയന്ത്രിക്കുന്നതെന്ന്. എന്നിട്ട് ഹീറോയുടെ അമ്മയോടും സഹോദരിയോടും അകത്ത് കയറി ചീഫിനോടൊന്ന് ചോദിക്കാൻ പറയും. അങ്ങനെ അവർ വന്ന് ചീഫിനോട് ചോദിക്കുന്ന സമയം ഹീറോയുടെ അമ്മ ഭയങ്കര കരച്ചില്ല. നമ്മുടെ അമ്മമാർ നമുക്ക് വേണ്ടി കരയുന്ന പോലെ, എല്ലാ അമ്മമാരും പറയുന്ന പോലെ ഹീറോയുടെ അമ്മയും പറയുന്നുണ്ട്, എൻ്റെ മോനൊന്നും ചെയ്തിട്ടില്ല സാറേ, വെറും പാവമെന്ന്. അത് കഴിഞ്ഞ് ഹീറോയുടെ പെങ്ങൾ ഹീറോ ഒന്ന് കാണണമെന്ന് പറയുമ്പോൾ ചീഫ് പറ്റില്ല എന്ന് പറയും. പക്ഷെ പെങ്ങളും അമ്മയും ഭയങ്കര കരച്ചില്ല ഹീറോയെ കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ ചീഫ് മൊട്ട പോലീസിനോട് പറയും, എന്നാൽ കൊണ്ടൊന്ന് കാണിക്കുന്നു. അത് കഴിഞ്ഞ് അടുത്ത സീനിൽ ഹീറോയിനെ അവർ കാണുന്നു. ഹീറോയുടെ അച്ഛനും അമ്മയും പെങ്ങളും ഒക്കെ, നീ പേടിക്കേണ്ട, നീ ഒരു തെറ്റും ചെയ്യില്ല എന്ന് നമുക്കറിയാം, അവർക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയതാവും, നിനക്കൊരു കുഴപ്പം വരില്ല എന്ന് ഇവർ പറയുന്ന സമയം ഹീറോ പറയും, ആ കാർ നമ്മുടെ അല്ലായിരുന്നോ, അത് ഓടിച്ചിരുന്ന ഞാനല്ലേ, ആ സിറ്റുവേഷനിലൊക്കെ ഞാനല്ലായിരുന്നു ഉണ്ടായിരുന്നേ, അപ്പോൾ അവിടെ എല്ലാം കുറ്റക്കാരൻ ഞാനല്ലേ, പക്ഷെ അവിടെ എന്താ സംഭവിച്ചതെന്ന് ഓർമ്മയില്ല എന്ന് പറഞ്ഞ് ഹീറോ ഭയങ്കരമായിട്ട് കരയും. ഹീറോ ഈ പറഞ്ഞ് കരയുന്നതെല്ലാം ചീഫും നമ്മുടെ വക്കീലും കാണും. അടുത്ത സീനിൽ ഹീറോനെ കോടതിയിൽ ഹാജരാക്കും. അവിടെ കോടതിയുടെ പുറത്ത് മുഴുവൻ പത്രക്കാരും ടി വിക്കാരും. ഇവർ വായി തോന്നുന്നൊക്കെ ഹീറോയെ കുറിച്ച് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് പുറകെ നമ്മുടെ വക്കീലും ഹീറോയുടെ ഫാമിലിയും കോടതി എത്തും. കോടതിയിൽ കേസ് വിളിക്കുന്ന സമയം മജിസ്ട്രേറ്റും അവിടെയുള്ള ആൾക്കാരും നമ്മുടെ വക്കീലിനെ കണ്ടിട്ട് ഒരു വിലയില്ലാത്ത പോലെ കാണുക. അത് കഴിഞ്ഞ് കോടതിയിൽ കേസ് തുടങ്ങി. അപ്പം ചീഫ് എണീറ്റ് ഹീറോയ്ക്കെതിരെ റെഡിയാക്കിയ റിപ്പോർട്ടെല്ലാം ഹാജരാക്കിയിട്ട് ഇനി കുറച്ച് ദിവസം കൂടി പ്രതിയെ കസ്റ്റഡിയിൽ വേണം, തെളിവുകൾ ശേഖരിക്കുകയാണെന്ന്. അതിന് നമ്മുടെ വക്കീൽ എണീറ്റിട്ട് എൻ്റെ കക്ഷി നല്ലൊരു കുടുംബത്തിൽ അംഗമാണെന്നും അവൻ്റെ പേരിൽ ഇതുവരെ ഒരു കേസില്ലാന്നും ഇപ്പം നടക്കുന്ന കേസിൽ പൂർണ്ണമായി സഹകരിക്കുമെന്നും അതുകൊണ്ട് എൻ്റെ കക്ഷിക്ക് ജാമ്യം നൽകണമെന്നും പറയും. സാർ, ഇത് റേപ്പ് ആൻഡ് മർഡർ കേസാണ്, കൂടാതെ ബ്രൂട്ടലായാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ജാമ്യം അനുവദിച്ചാൽ കക്ഷി തെളിവുകൾ നശിപ്പിക്കാനും ഇവിടം വിട്ട് മുങ്ങാനും സാധ്യതയുണ്ട്, അതുകൊണ്ട് കസ്റ്റഡിയിൽ തരണമെന്ന് ചീഫ് പറയും. ഇത് കേട്ടിട്ട് ജഡ്ജി ഹീറോനെ 14 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിടും. അത് കഴിഞ്ഞ് പോലീസുകാർ നമ്മുടെ ഹീറോനെ കൊണ്ടുപോകുന്ന സമയത്ത് ജഡ്ജി നമ്മുടെ വക്കീലിനെ വിളിച്ചിട്ട്, ഇതൊരു മർഡർ കേസല്ലേ, എന്നിട്ട് താൻ എന്തിനാ ഇതിൽ ഇൻവോൾവ് ആയെന്ന് ചോദിക്കും. അതിന് വക്കീലൊന്നും മിണ്ടാതെ സാർ പോവാന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങും. അത് കഴിഞ്ഞ് വക്കീൽ ഓടി വന്ന് ഹീറോയോട് പറയും, അവരെന്ത് ചോദിച്ചാലും എന്നോട് ചോദിക്കാതെ ഒറ്റ അക്ഷരമുണ്ടല്ലെന്ന്, പിന്നെ നീ പേടിക്കേണ്ട, അവിടെ മൊത്തം നമ്മുടെ ആൾക്കാരാന്ന് പറയും. അത് കഴിഞ്ഞ് ഹീറോയുടെ ഫാമിലി വന്ന് വക്കീലിനോട് ചോദിക്കും, സാർ അവൻ എന്തെങ്കിലും ചെയ്യുമോ, അവൻ എന്തെങ്കിലും പറ്റുമോ എന്ന് ചോദിക്കും. അതിന് വക്കീൽ, അതൊന്നും പേടിക്കേണ്ട, അവിടെ ഫുള്ള് നമ്മൾ ആൾക്കാരാ, നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് വീട്ടിൽ പോയിട്ട് എങ്ങനെ പണം ഉണ്ടാക്കാമെന്ന് ചിന്തിക്കാൻ പറയും. അതിന് ഹീറോയുടെ അളിയൻ ചോദിക്കും, എത്രയാവുമെന്നൊന്ന് പറയാൻ പറ്റുമെന്ന്. അപ്പോൾ വക്കീൽ പറയും, അതിപ്പോൾ എങ്ങനെ പറയാനാ, അതൊന്നും പറയാൻ പറ്റില്ല എന്ന്. അവിടെ നിന്ന് സീൻ കട്ടിയത് സ്റ്റേഷനിൽ ഹീറോനെയും ചീഫിനെയും കാണിക്കുന്നു. എന്നിട്ട് ചീഫ് സനയുടെ, അതായത് മരിച്ച നമ്മുടെ ലില്ലിയുടെ മെഡിക്കൽ റിപ്പോർട്ട് എടുത്ത് വെച്ചിട്ട് എങ്ങനെ കൊന്നേ, എന്തിനാ കൊന്നേന്ന് ഹീറോയോട് പറയാൻ പറയും. ഇത് കേട്ടിട്ടും ഹീറോ ഒന്നും മിണ്ടുന്നില്ല, അവനൊന്നും മിണ്ടാൻ പറ്റുന്നില്ല, മൊത്തം സങ്കടമാണ്. അയ്യോ, ഈ സീനിലൊക്കെ ഹീറോയുടെ അഭിനയിക്കാൻ പറയുമ്പോൾ അങ്ങ് ജീവിക്കുമല്ലേ. അത് കഴിഞ്ഞ് ചീഫ്, എന്നാൽ നീ ഒന്നും മിണ്ടണ്ട, ഞാൻ തന്നെ എല്ലാം പറയാമെന്ന് പറഞ്ഞിട്ട് ആദ്യം നീ അവളെ കാറിൽ പിക്ക് ചെയ്തു. എന്നിട്ട് നോക്കുമ്പോൾ അവൾ ഒറ്റയ്ക്കാണ്, അവൾ സുന്ദരിയുമാണ്. അവളെ ഫ്ലാറ്റിൽ കൊണ്ടാക്കുന്നു. അത് കഴിഞ്ഞ് അരമണിക്കൂറിന് ശേഷം വീണ്ടും നീ അങ്ങോട്ട് പോകുന്നു. അവൾ ആ സമയം ലഹരി ഉപയോഗിച്ചു ബോധമില്ലാത്ത അവസ്ഥ. ആ അവസരം നീ ശരിക്കും മുതലാക്കി. നീ അവളെ കയറി പിടിക്കുന്ന സമയം അവൾ നിന്റെ നിന്ന് രക്ഷപ്പെടാൻ നിന്റെ പുറം മാന്തി പൊളിച്ചു. അതുകൊണ്ടല്ലേ നിനക്ക് ദേഷ്യം വന്നത്. അവസാനം എല്ലാം കഴിഞ്ഞ് നീ അവളെ ക്രൂരമായി കൊലപ്പെടുത്തി. ഇതൊക്കെ ചീഫ് പറഞ്ഞിട്ടും ഹീറോ ഒന്നും മിണ്ടുന്നില്ല. ഹീറോ ഭയങ്കര കരച്ചിലാണ്. എന്നിട്ട് ചീഫ് പറയും, ഞാൻ ഒരുപാട് ക്രിമിനൽസിനെ കണ്ടിട്ടുണ്ട്, പക്ഷെ നിന്നെപ്പോലൊരു ഇന്നസെൻ്റായ സൈക്കോ ക്രിമിനൽ ഇന്ന് ആദ്യമായിട്ടാണ് കാണുന്നത്. റാപ്പ് ചെയ്യുന്നതിന് മുന്നേ കോണ്ട വിടാനുള്ള സമയമൊക്കെ നീ എവിടെ നിന്നുണ്ടാക്കിയെന്ന് ചോദിച്ച് ചീഫ് ഹീറോനെ തെറി പറയും. ഇത് കേട്ടിട്ട് ഹീറോ, സാർ എന്തൊക്കെ ചോദിച്ചാലും ഞാൻ എൻ്റെ വക്കീലിന് മുന്നിൽ മാത്രമേ പറയൂ എന്ന് പറയും. അതിന് ചീഫ്, ഏതാ ആ മാധവ് മിശ്രയോ, അവനെപ്പറ്റി നിനക്ക് എന്തറിയാം, ചത്ത ശവം തിന്നുന്ന കഴുകന്മാരെ നീ കണ്ടിട്ടുണ്ടോ, അങ്ങനെ ഒരുത്തനവൻ. നിന്റെ കേസ് ഇപ്പോഴേ ചത്തു, അതിൽ നിന്ന് ആരെന്ത് മേടിക്കും എന്നുള്ളതെല്ലാം സെറ്റായി കഴിഞ്ഞു എന്ന് ചീഫ് പറയും. പക്ഷെ ഞാൻ ആ ടൈപ്പ് അല്ല കേട്ടോ, എനിക്ക് എൻ്റെ ജോലി ചെയ്താൽ മാത്രം മതി, അതുകൊണ്ട് നീ സത്യം പറയുന്നു പറയും. തെളിവുകളെല്ലാം നിനക്കെതിരാണ്,
നീ അവിടെ നിന്ന് ഓടിപ്പോകുന്ന കണ്ട ദൃക്സാക്ഷിയുണ്ട്. പിന്നെ ആ മരിച്ച പെണ്ണിൻ്റെയും നിൻ്റെയും മെഡിക്കൽ റിപ്പോർട്ടിൽ കണ്ടത് ആൽക്കഹോൾ ആൻഡ് ഡ്രഗ്സ്. ഇനി എന്തിനാടാ നമ്മുടെ ടൈം വേസ്റ്റ് ചെയ്യണേ, നീ ആ കുറ്റസമാധാനം നടത്തും എന്ന് ചീഫ് ഹീറോയോട് പറയും. അങ്ങനെ ചീഫ് ടെൻഷനായി ഹീറോയെ തല്ലാനൊരുങ്ങുന്ന സമയം നമ്മുടെ വക്കീൽ അവിടെ എൻ്റർ ചെയ്യുന്നുണ്ട്. വക്കീൽ വന്നിട്ട് എനിക്ക് കക്ഷിയോട് സംസാരിക്കണമെന്ന് പറയും. അതിന് ചീഫ്, തനിക്ക് എന്താടോ പറ്റിയേ, തനിക്ക് ഈ തറ കേസൊന്നും ഇപ്പോൾ കിട്ടാറില്ലേ? അതിന് വക്കീൽ, എന്ത് തറ കേസാ സാറേ, ഈ സമൂഹം തന്നെ തറയല്ലേ, എൻ്റെ കേസെല്ലാം എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് വക്കീൽ പറയുമ്പോൾ ചീഫ്, പക്ഷേ ഈ കേസ് തനിക്ക് ഇമ്പോർട്ടൻ്റ് അല്ല, തൻ്റെ നിലവാരത്തിനനുസരിച്ചുള്ള കേസ് എടുത്താൽ പോരെ? വക്കീൽ, എന്ത് നിലവാരം സാറേ, അതൊക്കെ താഴുന്ന പോലെ തന്നെ മേലേക്ക് കയറി വരും, അതുകൊണ്ട് അത് പേടിക്കേണ്ടെന്ന് വക്കീൽ ചീഫിനോട് പറയും. അത് കഴിഞ്ഞ് വക്കീൽ ഹീറോ അടുത്ത് വന്നിട്ട്, നിന്നെക്കൊണ്ട് എന്തെങ്കിലും പേപ്പറിൽ ഇവർ ഒപ്പിടിച്ചോ, അഥവാ അതിന് ഇടാൻ പറഞ്ഞാൽ തന്നെ തല പോയാലും ഇടല്ലെന്ന് പറയും. നീ ഒപ്പിടാത്തിടത്തോളം കാലം ഇവർ പറയുന്നതൊന്നും നിനക്കെതിരായി കോടതി എത്തില്ല, അതുകൊണ്ട് ഒരു ഒപ്പിടല്ലെന്ന് പറയും. നീ ടെൻഷൻ അടിക്കണ്ട കേട്ടോ, ഇത് നമുക്ക് തല ഊരി എടുക്കാന്നേ, ഞാനല്ലേ പറയുന്നേ എന്നും പറഞ്ഞ് വക്കീൽ കാല് ചൊറിയുന്നുണ്ട്. ആ കാല് ചൊറിഞ്ഞ കൈവച്ച് വക്കീൽ ഹീറോനെ തൊടാൻ വരുമ്പോൾ വേണ്ടാന്ന് ഹീറോ പറയും. അവിടെ നിന്ന് സീൻ കട്ട് ചെയ്ത് ചീഫും പോലീസുകാരും കൂടി ഹീറോയുടെ വീട് സെർച്ച് ചെയ്യാൻ വന്നേക്കുവാണ്. അപ്പോൾ ഹീറോയുടെ ചേച്ചി വന്നിട്ട്, എന്താ സാർ മര്യാദയില്ലാതെ ഇങ്ങനെ പെരുമാറുന്നേ, വീട് സെർച്ച് ചെയ്യാൻ പറ്റില്ല എന്ന് പറയും. അതിന് ചീഫ്, വാറന്റ് ഉണ്ട്, സെർച്ച് ചെയ്യുമെന്ന് പറയും. ഈ പോലീസുകാർ ഇവരെ വീട്ടിൽ വരുന്ന കണ്ടിട്ട് അടുത്തുള്ള എല്ലാവരും ഇങ്ങനെ എത്തിയും വലിഞ്ഞ് നോക്കുന്നുണ്ട്. അല്ലെങ്കിലും അപ്പുറത്തെ വീട്ടിൽ എന്താ നടക്കുന്നതെന്ന് അറിയാൻ നോക്കി നിൽക്കുന്ന ആൾക്കാരല്ലേ നമുക്ക് ചുറ്റും. അത് കഴിഞ്ഞ് ചീഫ് പോലീസുകാരോട് വീട് സെർച്ച് ചെയ്യാൻ പറയും. അത് കഴിഞ്ഞ് ഇവർ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം ഒരു പാക്കറ്റ് കോണ്ടം കിട്ടും. ഇത് കണ്ടിട്ട് ഉടനെ ഹീറോയുടെ ചേച്ചി, അതെൻ്റെയാണ്, എൻ്റെ കല്യാണം കഴിഞ്ഞതാ, ഈ നാട്ടിൽ അത് സൂക്ഷിക്കുന്ന ഇല്ലീഗലൊന്നും അല്ലല്ലോ എന്ന് പറയും. അത് കഴിഞ്ഞ് അവർക്ക് അവിടെ നിന്ന് ഒരു പെൺഡ്രൈവ് കിട്ടും. ആ പെൺഡ്രൈവ് കുത്തി നോക്കുമ്പോൾ അതിൽ പോൺ വീഡിയോസ് കാണും. ഇത് കണ്ടിട്ട് ചീഫ്, ഇത് നിങ്ങളുടെ തന്നെയാണോ എന്ന് ചോദിക്കുന്ന സമയം സീൻ കട്ട് ചെയ്ത് ഹീറോനെ കാണിക്കുന്നു. അവിടേക്ക് ഈ മൊട്ട പോലീസ് വന്നിട്ട് ഓരോന്ന് പറഞ്ഞ് ഹീറോനെ തല്ലും. ഹീറോനെ അങ്ങനെ തല്ലി ഹീറോയ്ക്ക് ശ്വാസം മുട്ടും. ഹീറോ മൊട്ട പോലീസിനോട് ഇൻഹീലർ എടുത്തു തരാൻ പറയുന്നുണ്ട്. അപ്പോൾ ഈ പോലീസുകാരൻ ഇൻഹീലർ എടുത്തിട്ട്, നീയാണിത് ചെയ്തെന്ന് സമ്മതിക്ക്, എന്നാൽ തരാമെന്ന് പറയും. അവിടെ നിന്ന് സീൻ കട്ട് ചെയ്ത് ഹീറോയുടെ അച്ഛനും അമ്മയും വീണ്ടും കാണിക്കുന്നു. അമ്മ അച്ഛനോട്, ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നേ, കള്ളു കുടിക്കുന്നു, വൃത്തിയായിട്ട് ഫോട്ടോസും വീഡിയോസും ഉണ്ടാകുന്നു, കോണ്ടംസ് മേടിച്ച് കൂട്ടുന്നു, അവൻ ഇങ്ങനെയൊന്നും ചെയ്യില്ല, എന്തൊക്കെ ഇവിടെ സംഭവിക്കുന്നതെന്ന് അമ്മ ചോദിച്ച് കരയും. അതിനച്ഛൻ അമ്മയോട്, അതൊക്കെ ഇപ്പം നോർമലാണ്, പിന്നെ നമ്മുടെ മോനലടി അവനൊരു തെറ്റും ചെയ്യില്ല എന്ന് പറഞ്ഞാൽ അമ്മയെ സമാധാനിപ്പിക്കും. അത് കഴിഞ്ഞ് സീൻ കട്ട് ചെയ്ത് സ്റ്റേഷൻ കാണിക്കുന്നു. അപ്പോൾ ഹീറോ അവിടെ എത്തിയിട്ട് 3-ാമത്തെ ദിവസമായി. അവിടെ സ്റ്റേഷനിൽ ഹീറോയുടെ അളിയൻ വന്നിട്ട്, സാർ ഈ വണ്ടി ഒന്ന് വിട്ടു തരണം, അതിന് EMI ഉണ്ട്, EMI മുടങ്ങാൻ പാടില്ല, പിന്നെ വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, വണ്ടി ഓടിയാലേ നോക്കാൻ പറ്റത്തുള്ളൂ, അതുകൊണ്ട് വണ്ടി തരണമെന്ന് പറയും. അതിന് ഈ മൊട്ട പോലീസ് അളിയനോട് അവനെ കൊണ്ട് കുറച്ച് പേപ്പേഴ്സിൽ ഒപ്പിടിപ്പിച്ച് തന്നാൽ വണ്ടി വിട്ടു തരാമെന്ന് പറയും. അത് കഴിഞ്ഞ് അളിയൻ ഹീറോയുടെ അടുത്ത് തന്നിട്ട്, നീ ആ പേപ്പേഴ്സിലൊക്കെ ഒന്ന് ഒപ്പിട്ട് കൊടുക്കുക, എന്നാലേ വണ്ടി വിട്ടു തരുള്ളൂ എന്ന് പറയും. അതിന് ഹീറോ പറയും, വക്കീൽ പറഞ്ഞു ഒന്നിലും ഒപ്പിടണ്ടെന്ന്. അപ്പോൾ അളിയൻ വീണ്ടും, ഈ കറുത്ത കോട്ടിട്ട് എല്ലാവരും വക്കീലല്ല, നിനക്കിപ്പോൾ ആരെയും വിശ്വാസം, ആ വക്കീലിനാണോ നമ്മുടെ കുടുംബത്തെയാണോ? വണ്ടി കിട്ടിയാലേ കേസ് നടത്താനും വീട്ടിലെ കാര്യങ്ങൾ നോക്കാനും പറ്റുള്ളൂ, അതുകൊണ്ട് നീ ഒപ്പിടാൻ പറയും. പിന്നെ നിന്നെ നാർക്കോ ടെസ്റ്റ് ചെയ്യുമല്ലോ, അപ്പോൾ എന്തായാലും നീ എല്ലാം തെളിയും, പിന്നെ എന്തിനാ പേടിക്കണേ, നീ ഇതിൽ ഒപ്പിടെന്ന് പറയും. അത് കഴിഞ്ഞ് അടുത്ത സീനിൽ ഹീറോനെ നാർക്കോ ടെസ്റ്റ് ചെയ്യുന്നു. അവിടുത്തെ ഡോക്ടർ ഹീറോയോട്, നിനക്ക് ദേഷ്യം വന്നില്ലേ, ആ ദേഷ്യത്തിലല്ലേ നീ സനയെ കൊന്നത്? അതിന് ഹീറോ പകുതി ബോധത്തിൽ, ഇല്ല അങ്ങനെയൊന്നുമില്ല, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഈ ഡോക്ടർ വീണ്ടും, നിനക്കന്നൊരു പാർട്ടി ഉണ്ടായിരുന്നു, അതിന് നിന്നെ അവളെ വിട്ടില്ല, ആ ദേഷ്യത്തിലല്ലേ നീ അവളെ കൊന്നേന്ന് ചോദിക്കും. അതിന് ഹീറോ അന്ന് സംഭവിച്ചത് പറയും. അവൾ വന്ന് കാറിൽ കയറി, എനിക്ക് ദേഷ്യമായിരുന്നു, പക്ഷെ അവൾ സുന്ദരിയാണ്, പിന്നെ അവൾ ഫോൺ മറന്നു വെച്ചു, അത് കൊണ്ടുകൊടുക്കാനാണ് തിരിച്ചു തന്നത്, പിന്നെ ഒന്നും ഓർമ്മയില്ലാന്ന് പറയും. ആ സമയം നമ്മുടെ വക്കീൽ വന്ന് ചീഫിനോട്, സാറേ എന്ത് പണിയായി കാണിക്കുന്നേ, ചെറുക്കനൊരു ആസ്മ പേഷ്യൻ്റാ, ഇങ്ങനെയൊക്കെ ചെയ്ത് വല്ലതും പറ്റിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും തൂങ്ങും, അതുകൊണ്ടൊന്ന് നിർത്താൻ പറയും സാറേന്ന് പറയും. അതിന് ചീഫ്, ഇത് ചെയ്യാൻ പ്രതി സമ്മതിച്ചിട്ടുണ്ട്, പിന്നെ കോർട്ട് ഓർഡർ നമ്മുടെ കയ്യിലുണ്ടെന്ന് പറയും. അത് കഴിഞ്ഞ് ഡോക്ടർ ഹീറോയോട് ഇത് തന്നെ കുത്തി ഇങ്ങനെ ചോദിക്കുന്ന സമയം ഹീറോയ്ക്ക് ശ്വാസം മുട്ടും. ആ സമയം അവിടുത്തെ മെഷീനിൽ ഹീറോയുടെ പ്രഷറൊക്കെ ഹൈ ആവും. ഇത് കണ്ടിട്ട് ഡോക്ടർ അടുത്ത് നാളോട് എന്തോ ചെയ്യാൻ പറയുന്നുണ്ട്. അവിടെ നിന്ന് സീൻ കട്ട് ചെയ്ത് നമ്മുടെ ചീഫ് ഈ ലില്ലിയുടെ രണ്ടാം അച്ഛനെ കാണാൻ വരുന്നുണ്ട്. അപ്പോൾ ഈ പുള്ളി ചീഫിനോട്, നിങ്ങൾക്ക് എത്ര രൂപ വേണം ഈ കേസ് നേരെ വേണം കൈകാര്യം ചെയ്യാൻ? അതിന് ചീഫ്, നിങ്ങളെനിക്ക് കൈക്കൂലിയൊന്നും തരേണ്ട കാര്യമില്ല, ഞാനും ഒരു പെൺകുട്ടിയുടെ അച്ഛനാണെന്ന് പറയും. എന്നിട്ട് ഹീറോയുടെ ഫോട്ടോ ഈ പുള്ളിക്ക് കാണിച്ചിട്ട് അറിയുമെന്ന് ചോദിക്കും. അപ്പോൾ ഈ പുള്ളി ഇല്ലയെന്ന് പറയും. എന്നിട്ട് ചീഫ് ഈ പുള്ളിയോട് ചോദിക്കുന്നുണ്ട്, ലില്ലി അന്ന് മരിച്ച ദിവസം നിങ്ങൾ 5 തവണ അവളെ വിളിച്ചിട്ടുണ്ട്, എന്തിനാന്ന്? അതിന് ഈ പുള്ളി, ഞങ്ങളങ്ങനെ വലിയായിട്ട് സംസാരിക്കാറൊന്നുമില്ല, പിന്നെ അന്ന് 5 തവണ വിളിച്ച് ലെവൽ 1 തവണയേ എടുത്തിട്ടുള്ളൂ എന്ന് പറയും. ആ സംസാരിക്കുന്ന സമയത്ത് എന്തെങ്കിലും സ്ട്രെസ്സിലാണോ എന്ന് ചീഫ് പുള്ളിയോട് ചോദിക്കും. അവളല്പം സ്ട്രെസ്സിലാണെന്ന് തോന്നിയെന്ന് പറയും. ഓക്കെ ശരിയെന്ന് പറഞ്ഞ് ചീഫ് പോകാൻ നിൽക്കുന്ന സമയം ഈ പുള്ളി ചീഫിനെ വിളിച്ചിട്ട്, അവളുടെ സ്റ്റെപ്പ് ഫാദറാണ് ഞാനെന്നുള്ള ശരിയാ, പക്ഷെ എൻ്റെ മകള് തന്നെയാണ് അവൾ അനുഭവിച്ച അതേ വേദന തന്തയില്ലാത്തവനും അനുഭവിക്കണമെന്ന് ഈ പുള്ളി ചീഫിനോട് പറയും. അത് കഴിഞ്ഞ് ഈ മൊട്ട പോലീസ് അവിടെ ബൈക്കിൽ വരുന്ന ഒരാൾക്ക് ഒരു പെൺഡ്രൈവ് കൊടുത്തിട്ട്, ഇതിലെല്ലാ ഫുട്ടേജ് കൊണ്ട് സൂക്ഷിച്ചോളണമെന്ന് പറയും. അവിടെ നിന്ന് സീൻ കട്ട് ചെയ്ത് ഇപ്പം ഈ നാട്ടുകാരെല്ലാം ഇളകി അവിടെ ഈ ക്യാബ് ഓടിക്കുന്നൊരു വണ്ടി അടിച്ചു പൊട്ടിക്കുക.
ഈ വാർത്തകൾ അവിടുത്തെ ന്യൂസ് ചാനലിൽ ഓടുന്നുണ്ട്. അത് കഴിഞ്ഞ് അവിടുത്തെ ടി വിക്കാരും പത്രക്കാരും വായി തോന്നുന്നൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് അവരുടെ ജോലി അവർ നല്ലപോലെ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് ഹീറോനെ നാർക്കോ ടെസ്റ്റ് ചെയ്ത വീഡിയോ ഈ ന്യൂസ് ചാനലിൽ കാണിക്കും. അപ്പോൾ ഇത് അവിടെ ഉള്ളവരെല്ലാവരും കണ്ടിട്ട് ഈ ചെറുക്കൻ അങ്ങനായിരുന്നു ഈ പരസ്പരം പറയുന്നുണ്ട്. അവിടുന്ന് സീൻ കട്ട് ചെയ്ത് നമ്മുടെ വക്കീൽ വേറൊരു വക്കീലിനെ കൊണ്ട് ഹീറോയുടെ വീട്ടിൽ വന്നിട്ട് ഇത് മിസ്റ്റർ അഡ്വൈത്താണ്, ഇയാൾ കോടതിക്ക് അകത്ത് വാദിക്കും, ഞാൻ കോടതിക്ക് പുറത്ത് വാദിക്കും എന്നൊക്കെ അച്ഛനോട് പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടിട്ട് ഹീറോയുടെ വീട്ടുകാരെല്ലാവരും നീ ഇതെന്ത് തേങ്ങയുടെ പറയുന്നതെന്നുള്ള രീതിയിരിക്കും. എന്നിട്ട് പറയും ഈ യുദ്ധത്തെ പറ്റി കേട്ടിട്ടില്ലേ, അതിൽ പടയാളികളാണല്ലോ ഫ്രണ്ടിൽ നിന്ന് പോരാടുന്നത്, അതുപോലെ പടയാളിയാണ് ഇവൻ. പിന്നെ ഈ പടയാളികൾക്ക് കാര്യം നടക്കണമല്ലോ, അതുകൊണ്ട് കുറച്ച് പൈസ അഡ്വാൻസ് ആയിട്ട് വേണമെന്ന് പറയും. ഏയ് നിങ്ങൾ പേടിക്കണ്ട, ഒരുപാടൊന്നും വേണ്ട. എൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഒരു ഹിയറിങ്ങിന് ഞാൻ 40,000 രൂപയാണ് മേടിക്കുന്നത്. പക്ഷേ നിങ്ങളിപ്പോൾ എൻ്റെ സ്വന്തക്കാരെ പോലെയാണല്ലോ, പിന്നെ ആദിയുടെ കേസ്, അതുകൊണ്ട് ഞാൻ 25,000 രൂപയ്ക്ക് ചെയ്തു തരാമെന്ന് പറയും. അപ്പോൾ ഇത് കേട്ടിട്ട് അമ്മയും ചേച്ചിയും മാറി നിന്ന് മോളെ നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നു ചോദിക്കും. ചേച്ചി പറയും എൻ്റെ അക്കൗണ്ടിൽ കുറച്ച് FD ഉണ്ട്, ഇപ്പോൾ ശരിയും തെറ്റും നോക്കാനുള്ള സമയമല്ല, നമുക്ക് ചെയ്യാമെന്ന് പറയും. ആ സമയം അച്ഛൻ പുറത്ത് വക്കീലിനോട് ഞങ്ങൾക്കിതുവരെ കട തുറക്കാൻ പറ്റിയിട്ടില്ല, പിന്നെ കാർ സ്റ്റേഷനില്ല, കൂടാതെ ഒരുപാട് ലോണും ഉണ്ട്, അപ്പം ഞങ്ങൾക്കിപ്പോൾ പൈസ തരാൻ നിവൃത്തിയില്ല എന്ന് ഈ അച്ഛൻ പറയും. അപ്പം നമ്മുടെ വക്കീൽ എനിക്കറിയാം നിങ്ങളുടെ അവസ്ഥ എനിക്കറിയാം, അതോർത്ത് പേടിക്കണ്ട, കേസ് കഴിഞ്ഞിട്ട് പൈസ തന്നാൽ മതി, തൽക്കാലം ഇപ്പം നമുക്ക് ചായ കുടിച്ച് പിരിയാമെന്ന് പറയും. ഇത് കഴിഞ്ഞ് അടുത്ത സീനിൽ ഒരു കാറിൽ 2 സ്ത്രീകൾ വന്നിറങ്ങുന്നുണ്ട്. അവർ വന്ന് അവിടെ ഇറങ്ങുമ്പോൾ തന്നെ ഈ പത്രക്കാരും ടി വിക്കാരും ചെന്നിട്ട് മാഡം എന്തിനാണ് ഇവിടെ വന്നതെന്ന് ചോദിച്ചു ഭയങ്കര ബഹളം. ഇവർ നേരെ പോകുന്നത് ഹീറോയുടെ വീട്ടിലേക്കാണ്. അവിടെ ചെന്നിട്ട് ഈ സ്ത്രീ പറയും ഞാൻ അഡ്വക്കേറ്റ് മന്ദിര മാധൂർ സുപ്രീം കോടതിയിൽ നിന്നാണെന്ന്. ആ സമയം നമ്മുടെ വക്കീലും കൂട്ടുകാരൻ വക്കീലും ഇവിടെ ചായ കുടിച്ചുകൊണ്ടിരിക്കുക. ആ സമയം കൂട്ടുകാരൻ വക്കീൽ നമ്മുടെ വക്കീലിനോട് പറയും എൻ്റെ പൊന്നേ സുപ്രീം കോടതിയിലെ വക്കീല എല്ലാം കൈവിട്ട് പോയി, നമ്മളെ കയ്യിൽ നിന്ന് പോയി എന്ന് പറയും കേസ്. ആ സമയം ലേഡി വക്കീൽ കൂടെ ഉണ്ടായിരുന്ന പെണ്ണിനെ പരിചയപ്പെടുത്തും. എൻ്റെ അസോസിയേറ്റ് ആണ്, പേര് നിഖാത്ത് ഹുസൈൻ, നമുക്ക് നിഖാത്ത് എന്ന് വിളിക്കാം. അത് കഴിഞ്ഞ് ലേഡി വക്കീൽ അച്ഛനോട് പറയും ഞങ്ങൾ നിങ്ങളുടെ മകൻ്റെ കേസിനെ പറ്റി ചോദിക്കാനാണ് വന്നതെന്ന്. എന്നിട്ട് അമ്മ അവിടേക്ക് വരുമ്പോൾ അമ്മയ്ക്ക് നമസ്കാരം പറയും. ഇത് കേട്ടിട്ട് നമ്മുടെ വക്കീൽ എണീറ്റ് നമസ്കാരം പറയും. അപ്പം ഇതാരടാന്നും പറഞ്ഞ് അവർ നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വക്കീൽ പറയും ഞാൻ അഡ്വക്കേറ്റ് മാധവ് മിശ്ര LLB ഗോൾഡ് മെഡലിസ്റ്റ് ആണെന്ന്. ഇത് കേട്ടിട്ട് അവർക്ക് നമ്മുടെ വക്കീലിനോടൊരു പുച്ഛം പോലെയാണ്. അത് കഴിഞ്ഞ് നമ്മുടെ വക്കീൽ കൂട്ടുകാരനെ പരിചയപ്പെടുത്തും. എന്നിട്ട് പറയും ഞാൻ ഇവരുടെ വക്കീലാണ്, ഇവരുടെ മകൻ്റെ വക്കീലാണെന്ന് പറയും. നമ്മുടെ വക്കീൽ പറയണേട്ടിട്ട് ഈ സ്ത്രീ അച്ഛനമ്മയോടും പറയും എനിക്ക് നിങ്ങളോട് പ്രൈവറ്റായിട്ട് സംസാരിക്കണം. അപ്പോൾ നമ്മുടെ വക്കീൽ ആയിക്കോട്ടെ ഞാൻ ഇപ്പോൾ ഇറങ്ങിത്തരാമെന്ന് പറയും. പോയിട്ട് ഫോൺ ചെയ്യാമെന്നും പറഞ്ഞ് നമ്മുടെ വക്കീലും കൂട്ടുകാരനും അവിടെ നിന്ന് ഇറങ്ങും. ഇത് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ കൂട്ടുകാരൻ നമ്മുടെ വക്കീലിനോട് പറയും വലിയ യുദ്ധത്തിൻ്റെയും പടയാളിയുടെയും കാര്യമൊക്കെ പറഞ്ഞല്ലോ, ആ പട നയിക്കുന്ന ആളാതാ വന്നേക്കുന്നത്, ഇത് ഇവിടെ വന്നിട്ട് കാര്യമില്ല, നമ്മൾ മാറുന്നതാണ് നല്ലതെന്ന് പറയും. അങ്ങനെ ഇതും സംസാരിച്ച് ഇവർ പോകാൻ ഇറങ്ങുന്ന സമയം നമ്മുടെ വക്കീൽ കൂട്ടുകാരനോട് പറയും നീ ബൈക്കിനല്ലേ വന്നേ, കാറ്റടി കൊണ്ട് എനിക്ക് തരാറിറങ്ങും, അതുകൊണ്ട് നീ പൊക്കോ ഞാൻ വന്നേക്കാന്ന് പറയും. സംഭവം നമ്മുടെ വക്കീൽ അവിടെ നിന്ന് പോകുന്നില്ല, പുള്ളി പോകാതിരിക്കാൻ വേണ്ടി മനഃപൂർവ്വം അവിടെ നിന്നതാ ഇവിടുത്തെ കാര്യം എന്താണെന്ന് അറിയാനായിട്ട്. അത് കഴിഞ്ഞ് ഈ ലേഡി വക്കീൽ അച്ഛനോട് പറയും നിങ്ങളുടെ മകൻ്റെ കേസിൽ ഫസ്റ്റ് ക്യാബും ഉൾപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഈ കേസ് ഇനി ഞാനാണ് കൈകാര്യം ചെയ്യാൻ പോകുന്നത്, ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു, ഞാൻ എന്തായാലും അവനെ പുറത്തിറക്കുമെന്ന് ഈ ലേഡി വക്കീൽ അവിടെ ഇരുന്ന് പറയുന്ന സമയം നമ്മുടെ ഹീറോയുടെ അമ്മ അച്ഛനോട് ചോദിക്കുന്നുണ്ട് അതെ ഇവർക്കുള്ള പൈസ എവിടെ നിന്ന് കൊടുക്കുമെന്ന്. ഇത് ലേഡി വക്കീൽ കേട്ടിട്ട് നിങ്ങൾ പൈസയുടെ കാര്യം കൊടുത്ത് ടെൻഷൻ അടിക്കണ്ട, എനിക്ക് 5 പൈസ വേണ്ടെന്ന് പറയും. അത് കഴിഞ്ഞ് നമ്മുടെ ഹീറോ വക്കീലിനെ കുറിച്ച് ഈ ലേഡി വക്കീൽ അച്ഛനോട് പറയും നിങ്ങൾ തൽക്കാലം വേറൊന്നും ചെയ്യണ്ട, ഇപ്പം ഈ കയറി വന്ന ശവന്തീനികളില്ലേ അവരൊന്നും യഥാർത്ഥ വക്കീലേ അല്ല, അവരെ ഇങ്ങോട്ട് അടുപ്പിക്കില്ലെന്ന് പറയും. എന്നിട്ട് നിഖൽത്തിനോട് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് അവിടുത്തെ FIR മെഡിക്കൽ റിപ്പോർട്ട് പിന്നെ സാക്ഷിമൊഴികളും എല്ലാം ശേഖരിക്കാൻ പറയും. അങ്ങനെ അടുത്ത സീനിൽ അവരെ വിളിക്കാൻ പുറത്തിറങ്ങുന്ന നിഖലിൻ്റെ അടുത്ത് നമ്മുടെ ഹീറോ വക്കീൽ വരും. നമ്മുടെ വക്കീൽ വന്നിട്ട് ഹലോ പെങ്ങളെ നമസ്കാരം എന്ന് പറയുന്നത് ഈ പെണ്ണ് അവിടെ നിന്ന് പോകാൻ നിൽക്കും. ഉടനെ വക്കീൽ പെങ്ങളെ പോലെ എന്ന് പറഞ്ഞ് അവളെ പിടിച്ചു നിർത്തും. എന്നിട്ട് അവളോട് ചോദിക്കും നിങ്ങൾ ഫസ്റ്റ് ക്യാബിൻ്റെ കേസിന് വേണ്ടിയിട്ട് ഹെഡ് കോർട്ട്സിൽ നേരെ ഇങ്ങ് വന്നേണോ, അല്ല ഈ മന്ദിര മേഡം എത്രയാ ഒരു ഹിയറിങ്ങിന് ഫീസ് മേടിക്കുന്നത്, 15 ലക്ഷമൊക്കെ ആയിരിക്കും അല്ലേ, ഒരു ഫേമസ് അല്ലേ, മൊത്തത്തിൽ ഒരു 2 കോടി രൂപ ആയിരിക്കും അല്ലേ, പ്രശ്നം ഇപ്പം കോർപ്പറേറ്റിനും കൂടെ ആയതുകൊണ്ട് നേരെ ഇവിടെ കിട്ടിയ അമേരിക്കയിലല്ലേ കൊള്ളുന്നേ. അപ്പോൾ ഈ പെണ്ണ് പറയും എനിക്ക് നിങ്ങളോടൊന്നും പറയല്ല, ഞാൻ എൻ്റെ വർക്കിലാണ്, എന്നെ തടസ്സപ്പെടുത്താതെ പോകാൻ പറയും. അതിന് നമ്മുടെ വക്കീൽ ഞാനും എൻ്റെ പണിയല്ലേ ചെയ്തുകൊണ്ടിരുന്നേ, നിങ്ങളല്ലേ വന്ന് ഞാൻ ഡീൽ ഉറപ്പിച്ചപ്പോഴത്തേക്കും വന്ന് പണി കൊളാക്കിയേ. അപ്പോൾ ഈ പെണ്ണൊന്നും പറയാതെ പോകാൻ നിൽക്കുന്ന സമയം നമ്മുടെ വക്കീൽ വീണ്ടും അവളെ വിളിച്ചിട്ട് നിങ്ങളുടെ മന്ദിരമേളം കാണാൻ കൊള്ളാട്ടോ ചെറുപ്പാണോ എന്ന് പറയും. അപ്പോൾ ഈ പെണ്ണ് ചിരിക്കുന്നുണ്ട്. അടുത്ത സീനിൽ നമ്മുടെ വക്കീൽ മോഷണവും പോക്കറ്റടിയൊക്കെ നിർത്തിയേക്ക്, ഇവിടെയുള്ള എല്ലാവർക്കും നിന്നെ മനസ്സിലായി, ഇനി വല്ലതും പറ്റി എനിക്ക് ഇതിനെ രക്ഷിക്കാൻ പറ്റൂല, അതുകൊണ്ട് ഇപ്പോഴത്തെ പൈസ താടാന്ന് പറഞ്ഞ് പൈസ വയ്ക്കും. അപ്പോൾ അയാൾ 10,200 രൂപ കൊടുക്കും. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ വക്കീൽ പറയും ഇതെന്താടാ 2,000 രൂപ വേണമെന്ന് പറഞ്ഞ് ബാക്കി പണിയെടുത്ത് കൊണ്ടുപോകാമെന്ന് പറയും. ഇത് പറയുമ്പോൾ ആ പുള്ളി വക്കീലിനോട് പറയും സാറിൻ്റെ കാലിൻ്റെ അസുഖം മാറാൻ ഒരു വിദ്യ പറഞ്ഞു തരട്ടേത്. അങ്ങനെ അങ്ങേരെ അത് പറഞ്ഞു തുടങ്ങുന്ന സമയം വക്കീൽ പറയും പോടാ നിൻ്റെ കാര്യം നോക്കി, ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയാൽ പിന്നെ കാണുന്നവന്മാരെല്ലാം ഡോക്ടറാണ്. ഇപ്പം ഹീറോനെ കോടതിയിലേക്ക് കൊണ്ടുവന്നു.
അങ്ങനെ നമ്മുടെ ഹീറോയുടെ കേസ് വിളിച്ച് ഇവർ അകത്ത് കയറുന്ന സമയം അവിടെ ഇരിക്കുന്ന ജഡ്ജിയെ കണ്ടിട്ട് അമ്മ അച്ഛനോട് ചോദിക്കും, ഇയാളല്ലല്ലോ കഴിഞ്ഞ തവണ വന്നപ്പോൾ ഇരുന്നേ, ഇനിയിപ്പോൾ എന്തെങ്കിലും സംഭവിക്കുമോ? അതിന് നമ്മുടെ വക്കീൽ പറയും, ഇതൊക്കെ സാധാരണ വിഷയമാണ്, ജഡ്ജിയും മാറും, ചിലപ്പോൾ ഫയലും മാറും, നിങ്ങൾ വെറുതെ ടെൻഷൻ അടിക്കാതിരിക്കുക. വിചാരണ തുടങ്ങുമ്പോൾ നമ്മുടെ ചീഫ് എണീറ്റ് പറയും, പ്രതിയെ കസ്റ്റഡിയിലേക്ക് കുറച്ച് ദിവസം കൂടി തരണം, ഇൻവെസ്റ്റിഗേഷൻ തീർന്നിട്ടില്ലാന്ന്. ആ സമയം ലേഡി വക്കീൽ എണീറ്റ്, ഇത്രയും ദിവസം ഉണ്ടായിരുന്നിട്ട് പോലീസ് പുതുതായിട്ടൊന്നും കണ്ടെത്തിയില്ല, പിന്നെ എൻ്റെ കക്ഷിയുടെ മേലുണ്ടായിരുന്ന നാർക്കോ ടെസ്റ്റ് അതും ഫെയിലായി, ഫാമിലിയിലുള്ളവരോട് പറഞ്ഞ് എൻ്റെ കക്ഷിയെ കൊണ്ട് ഒപ്പിടിപ്പിച്ചു എന്നും പറയും. ഈ പോലീസുകാരുടെ അശ്രദ്ധ കാരണം ഇവിടുത്തെ ഡീറ്റെയിൽസ് പുറത്തറിഞ്ഞിട്ട് പത്രക്കാരും ടി വിക്കാരും ഇളകി എൻ്റെ കക്ഷിയെ കൊലപാതകയാക്കാൻ ശ്രമിക്കുകയാണെന്ന് പറയും. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും എൻ്റെ കക്ഷി ആദിത്യനെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടണമെന്ന് പറയും, അതായത് അവിടുത്തെ പൂജപ്പുര സെൻട്രൽ ജയിലിൽ. അത് കഴിഞ്ഞ് ജഡ്ജി പറയും, ഇൻവെസ്റ്റിഗേഷൻ തുടർന്നോളൂ, പ്രതിയെ 60 ദിവസത്തേക്ക് പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് വിടുന്നു. ജാമ്യം എടുക്കാൻ വന്നവരിതാ ഇപ്പോൾ ഹീറോനെ ജയിലിൽ പറഞ്ഞു വിടുന്നു. ഇതെന്താ ഇപ്പോൾ സംഭവിക്കണമെന്ന് ഹീറോയുടെ ഫാമിലി ലേഡി വക്കീലിനോട് ചോദിക്കുമ്പോൾ വക്കീൽ പറയും, ഹീറോയുടെ സേഫ്റ്റിക്ക് ഇതാണ് നല്ലത്, പോലീസിന് ഇനി അവനൊന്നും ചെയ്യാൻ പറ്റില്ല, ഇതാണ് നല്ലതെന്ന് പറയും. അത് കഴിഞ്ഞ് ഹീറോനെ അവിടെ നിന്ന് കൊണ്ടുപോകുന്ന സമയം ഹീറോയുടെ അച്ഛൻ കുറച്ച് പൈസ ഹീറോയ്ക്ക് കൊടുത്തിട്ട് ലേഡി വക്കീൽ ബെസ്റ്റ് വക്കീലാണ്, ഒരു കുഴപ്പം ഉണ്ടാവില്ല എന്ന് പറയുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ വക്കീൽ ഹീറോ എടുത്ത് വന്നിട്ട് കുറച്ച് സിഗരറ്റ് അവൻ്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. അവൻ പറഞ്ഞില്ല സാർ, ഞാൻ വലിക്കില്ലാന്ന്, ഇത് ജയിലിലെ പണമാണ്, ഇവിടുത്തെ ഡോളറിനേക്കാൾ മൂല്യമാണ്, വെച്ചോളാൻ പറയും. എന്നിട്ട് പോലീസുകാരോട് നോക്കിക്കോളണേന്ന് പറയും. അത് കഴിഞ്ഞ് ഹീറോയുടെ അച്ഛനും അമ്മയും ആ ലേഡി വക്കീലിനോട് ചോദിക്കുന്നുണ്ട്, അവനൊന്ന് കാണാൻ പറ്റുമോ, എന്താണ് വഴിയെന്നൊക്കെ. അതിന് ലേഡി വക്കീൽ പറയും, ഞാൻ ശ്രമിക്കാം, എന്തായാലും ആപ്ലിക്കേഷൻ ഇടാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് അവർ പോകുന്നുണ്ട്. ഈ പോകുന്ന സമയം നിഖിൽത്തിനോട് ലേഡി വക്കീൽ പറയും, ആ സനയുടെ, അതായത് മരിച്ച നമ്മുടെ ലില്ലിയുടെ ഡീറ്റെയിൽസ് തപ്പിയെടുക്കാൻ. അപ്പോൾ ഇതിങ്ങനെ അവർ പറഞ്ഞുകൊണ്ട് പോകുന്നത് നമ്മുടെ വക്കീൽ കേൾക്കുന്നുണ്ട്. അപ്പോൾ വക്കീലിൻ്റെ തലയിൽ എന്തോ ഒരു ബുദ്ധി ഉദിച്ചു, അതെന്താണെന്ന് നമുക്കറിയില്ല. അവിടെ നിന്ന് സീൻ കട്ടിയത് ഹീറോനെ ഇപ്പോൾ ജയിലിലേക്ക് കൊണ്ടുവന്നു. ഹീറോയുടെ കൂടെ വേറെ ആൾക്കാരുണ്ട്. അപ്പോൾ ഇവർ വന്നിങ്ങനെ കയറുന്ന സമയം ജയിലിലുള്ള പഴയ ആൾക്കാർ, സീനിയേഴ്സ്, ഈ കയറി വരുന്നവരുടെ സാധനങ്ങളും ഇതൊക്കെ മേടിച്ച് വെച്ചിട്ട് അവരെ അവിടെ വരിയായി തറയിലിരിക്കാൻ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ഹീറോയുടെ ടൈമായി എന്ന് പറഞ്ഞ് ഹീറോനെ അകത്തേക്ക് വിളിക്കുന്നു. അകത്ത് വിളിച്ചിട്ട് അവിടെ ആരാന്നറിയില്ല ഹീറോയുടെ ഡ്രസ്സൊക്കെ അഴിച്ചു മാറ്റി മുട്ടുകുത്തി നിൽക്കാൻ പറയുന്നു. അവൻ ഒരു വസ്ത്രവും ഇല്ലാണ്ട് അവിടെ അങ്ങനെ മുട്ടുകുത്തി നിൽക്കുന്നു. ആ സമയം ഹീറോ ഭയങ്കര കരച്ചിലാണ്. അഭിനയം പറയാതിരിക്കാൻ പറ്റില്ല, എൻ്റെ പൊന്നെ, ഒരു രക്ഷയില്ലാത്ത അഭിനയമാണ് കേട്ടോ. അത് കഴിഞ്ഞ് അവിടെ നിന്ന് അകത്ത് കയറുമ്പോൾ അടുത്ത സെക്ഷനിൽ അവിടെയുള്ള ഒരു പോലീസുകാരൻ ഹീറോയുടെ ഇൻഹീലറും നമ്മുടെ വക്കീൽ കൊടുത്ത സിഗരറ്റും അവിടെ എടുത്ത് വെക്കുന്നുണ്ട്. അവിടെ നിന്ന് വീണ്ടും ഹീറോ അകത്തേക്ക് കയറി പോകുമ്പോൾ ജയിലിനകത്തുള്ള ചീഫ് വന്നിട്ട്, നീ ഫുട്ബോൾ പ്ലെയർ ആണോ, നിന്റെ പൊസിഷൻ ഏതാണെന്ന് ചോദിക്കും. അതിന് ഹീറോ സെൻട്രൽ ഫോർവേഡ് എന്ന് പറയും. അതിന് ജയിലിലെ ചീഫ്, എന്തായാലും ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ, ഇത് നിന്റെ പ്ലേ ഗ്രൗണ്ട് അല്ല, ഇത് ജയിലാണ്, നിന്റെ കളി ഇവിടെ ഇറക്കാനും നോക്കണ്ട, ഇവിടെ റെഡ് കാർഡ് യെല്ലോ കാർഡൊന്നുമില്ല, നേരെ സ്ട്രെച്ചറിൽ എടുക്കത്തേ ഉള്ളൂ, അതുകൊണ്ട് മര്യാദയ്ക്കിരിക്കണമെന്ന് പറയും. അത് കഴിഞ്ഞ് ഹീറോ വീണ്ടും അകത്തേക്ക് കയറുമ്പോൾ ഒരാളത് ഇരുമ്പഴയ്ക്കുള്ളിൽ നിന്ന് ഹീറോയെ നോക്കുന്നു. അത് മറ്റാരുമല്ല, ജാക്കി ഷ്രോഫ്. അവിടെ വെച്ച് 2ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. സോ ഫ്രണ്ട്സ്, നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഹീറോ ഇപ്പോൾ ജയിലിലാണ്, പുതിയ കഥാപാത്രം എൻട്രി ചെയ്തു. ഇനി ജയിലിനുള്ളിൽ എന്തൊക്കെ നടക്കും, എന്തൊക്കെ സംഭവിക്കും എന്നൊന്നും നമുക്കിപ്പോൾ അറിയില്ല. എന്തായാലും നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കണ്ട. പുതിയ കൂട്ടുകാരും പ്രത്യേകിച്ച് മറക്കണ്ട. അടുത്ത കഥയുമായി വീണ്ടും കാണുന്നത് വരെ ഇറ്റ്സ് ബൈ സുൽത്താൻ ക്രിയേഷൻസ്.